ഈ രാജ്യത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന എംപിമാരും ചേർന്നു RSSന് കഴിഞ്ഞ 5 വർഷം കൊടുത്ത ആത്മവിശ്വാസം ചെറുതല്ല. ഈ രാജ്യത്തെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, സംഘപരിവാരം മടിയേതുമില്ലാതെ കുഴിച്ചു മൂടുമ്പോൾ അതിനെല്ലാ പിന്തുണയും കൊടുത്തു. എറണാകുളത്തിന്റെ MP അടക്കമുള്ള ഹൈബീഡൻ അടക്കമുള്ള കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 18 പേർ ജമ്മു കാശ്മീരിനെ വെട്ടിമുറിച്ചപ്പോൾ, പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റിനകത്ത് കൊണ്ടുവന്നപ്പോൾ, UAPA നിയമം ഭേദഗതി ചെയ്തപ്പോൾ, മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ മരണം പോലെ നിശബ്ദമായിരുന്നു ഹൈബീഡൻ അടക്കമുള്ള കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 18 പേർ. ഇന്ത്യയുടെ പാർലമെന്റിൽ RSSനെതിരായി വിരൽ ചൂണ്ടാൻ ഇടതുപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതെങ്കിലും ആവേശത്തള്ളിച്ചയുടെ ഭാഗമായി വേദിയിൽ നിന്ന് പറയുന്നതല്ല. നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ, കഴിഞ്ഞ 5 വർഷത്തെ ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും നടന്ന പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തിനകത്ത് ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് നമ്മുടെ വിരൽ തുമ്പിൽ ഞെക്കി നോക്കിയാൽ, കുത്തി നോക്കിയാൽ കൃത്യമായ വിവരം കിട്ടും. ഒരു 10-25 വർഷം മുമ്പുള്ളതുപോലെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു പോകാൻ കഴിയില്ല. ഇടതുപക്ഷമാണ് ഈ നാടിനകത്ത് RSSനെ പ്രതിരോധിക്കാൻ ഈ നാടിനകത്ത് ഇടതുപക്ഷമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് RSSന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം RSSന്റെ ശാഖക്ക് പുറത്തേക്ക് അവന് കൊണ്ടുപോകാൻ കഴിയാതെ പോയത്? ഈ നാടിനകത്ത് കോൺഗ്രസ് ഉണ്ടായത് കൊണ്ടല്ല. സുധാകരൻ പറഞ്ഞില്ലേ, ഞങ്ങൾ RSSന്റെ ശാഖകൾക്ക്, CPIM RSSന്റെ ശാഖകൾ ആക്രമിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഞങ്ങൾ RSSന്റെ ശാഖകൾക്ക് കാവൽ നിൽക്കുന്നുണ്ട് എന്ന് സുധാകരൻ പറഞ്ഞില്ലേ? ആ സുധാകരന്റെ രാഷ്ട്രീയമല്ല കേരളത്തിനകത്ത് RSSന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്തിയത് ഇടതുപക്ഷമാണ്. ഈ ചെങ്കൊടിയാണ് RSSന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം സമൂഹത്തിനകത്തേക്ക് പടരാതെ പ്രതിരോധത്തിന്റെ ഒരുക്കുകോട്ട തീർത്തത്. അത് കഴിഞ്ഞ് 2019 ഈ നാട് മറന്നുപോയി, തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി. അതാണ് 19 സീറ്റിൽ UDF ജയിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ആ അബദ്ധം, ആ തെറ്റ് ഇനി നമുക്ക് പറ്റാൻ പാടില്ല. ഇപ്പോഴും BJPയെ നയിക്കുന്ന, RSSനെ നയിക്കുന്നവരിൽ 70%-ലധികം ഇന്നലകളിൽ കോൺഗ്രസിനെ നയിച്ചവരാണ്. ഈ നാടറിയണം. RSSനകത്ത്, RSSനെ ഡൽഹിക്കകത്ത്, നാഗ്പൂരിനകത്ത് RSSനെ നയിക്കുന്നവർ ഇന്നലകളിൽ കോൺഗ്രസിനെ നയിച്ചവരാണ്. ഇന്ന് കോൺഗ്രസിന്റേതായി ജനിച്ചു പോയാൽ അവർ കോൺഗ്രസിന്റേതായി ഇന്ത്യൻ പാർലമെന്റിനകത്തുണ്ടാകുമെന്ന് ഒരുറപ്പുമില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് ഒരുറപ്പുമില്ല. അതാണ് കഴിഞ്ഞകാല അനുഭവം. നമ്മുടെ നാടിനകത്ത് ഇടതുപക്ഷം RSSനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ഈ നാടത് തിരിച്ചറിയേണ്ടതാണ്. ഈ നാടത് തിരിച്ചറിഞ്ഞ് ഇന്നലകളിൽ കോൺഗ്രസുകാരനായിരിക്കും, ലീഗുകാരനായിരിക്കും, മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കും. പക്ഷേ ഈ 26-ാം തീയതി ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ജീവിക്കാൻ പോകുന്നത് RSS ഉയർത്തിപ്പിടിച്ച ആയുധത്തിന്റെ കീഴിലായിരിക്കും. അതിനാണ് തിരിച്ചറിയണം. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും, എല്ലാ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഈ നാട് അവധി കൊടുക്കണം. 26-ാം തീയതി ജനപക്ഷത്രിയം തെരഞ്ഞെടുക്കപ്പെടണം ഈ മണ്ഡലത്തിൽ. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഈ നാട് നടത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചു. ഈ സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.